തിരുവനന്തപുരം കാട്ടാക്കട സ്കൂളിൽ ഇപ്പം വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല്. ഒരു വിദ്യാർത്ഥി ക്രിസ്റ്റോ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ കരണത്തടിച്ച് ചികിത്സയിലാണ് ആ കുട്ടി. ആ കുട്ടിയുടെ കവളെല്ലാം അടിച്ച് പൊട്ടിച്ച് പഞ്ചറാക്കി വെച്ചേക്കുകയാണ്. ഇത് സ്കൂൾ അധികൃതരും നമ്മളെ അധ്യാപകരും നമ്മളെ രക്ഷിതാക്കളും ഒന്നായി നിന്നാൽ, സമൂഹം ഒന്നായി നിന്നാൽ മാത്രമേ ഈ കണ്ണുകൊണ്ട് ഈ കാണുന്ന കാര്യം ഇനി ഇത് ആവർത്തിക്കാതിരിക്കൂ. ദിനം പ്രതി ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കേരളത്തിൽ എന്തുകൊണ്ട് എന്നും ദിനംപ്രതി ഇങ്ങനെ അഴിമതി അക്രമം ഉണ്ടാവണം? കുട്ടികളുടെ വാസനയെ കുട്ടികളെ കലാകായിക മത്സരത്തിലോട്ട് കൊണ്ടുപോകാം. അതേ സിനിമയിൽ കാണുന്ന സ്റ്റണ്ടും എല്ലാം കണ്ട് ഈ കുട്ടികൾ പഠിച്ചാണ് വളരുന്നത്. അതുകൊണ്ട് അതെല്ലാം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവണം. രക്ഷിതാക്കളോട് പോയി കുട്ടികൾ പറയുക, അമ്മ എന്നെ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? സ്കൂളിൽ ചെന്ന് കണ്ട് സ്കൂളിലെ മാനേജ്മെൻറ്റിനെ അറിയിക്കുക. അത് അവിടെ വെച്ചങ്ങ് തീരും. ഇത് പകയോടെ വിദ്വേഷവും വെറുപ്പും ഉണ്ടായി വൈരാഗ്യത്തിലായി തല്ലിലായി കൊലയിലായി ഇങ്ങനെ വർദ്ധിച്ച് വരെയാണ് നമ്മളെ മക്കളുടെ ഭാവികളില്ലാതാവുന്നത്. കൂടാതെ നമ്മൾ കോടതിയിൽ പോയി നമ്മൾ നിയമവ്യവസ്ഥ നമുക്ക് നീതി കിട്ടിയാലും ശരി, ഈ ഔദ്യോഗിക സ്ഥാപനങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് നീതിയില്ല. ഇവിടെ എൻ്റെ ഈ പ്രോപ്പർട്ടി എനിക്ക് കല്യാണത്തിന് ശ്രീധരൻ എന്ന വസ്തുവാണ്. അത് എൻ്റെ അമ്മ 2014 വരെ ഞാൻ കരമടച്ച് പട്ടയം പിടിച്ചുകൊണ്ടിരുന്ന വസ്തു എൻ്റെ അമ്മ താലൂക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരടുത്തും വില്ലേജ് ഓഫീസിലും ഒക്കെ ചെന്ന് ക്ലർക്കിനെ എല്ലാവരെയും കണ്ട് കൈക്കൂലിയും കൊടുത്ത് എൻ്റെ അമ്മയ്ക്ക് ബ്രാൻഡി കച്ചവടമുണ്ട്. അതായത് എൻ്റെ അച്ഛൻ്റെ മിലിട്ടറി സാധനം അത് റിട്ടയർഡായപ്പോൾ എൻ്റെ അമ്മയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് കൊണ്ട് കൊടുത്ത് എൻ്റെ അമ്മ കാര്യം നേടി. ഇങ്ങനെ എൻ്റെ 4 മക്കളുണ്ട്. മൂത്ത മോളെ വേഗം എഴുതി കൊടുത്ത്. വേറെ 7 സെൻറ്റ് സ്ഥലമുണ്ട്. അത് വേറെ 3 മക്കൾക്ക് എഴുതി കൊടുത്ത്. അതിന് അമ്മയ്ക്ക് അവകാശമല്ല. എൻ്റെ വസ്തുവിനെ റദ്ദ് ചെയ്യിപ്പിച്ച് വാങ്ങിച്ചത് ഞാൻ ഹൈക്കോടതിയിൽ വരെ പോയി. കോടതി എനിക്ക് അനുകൂലമായി കല്യാണത്തിന് ശ്രീധരൻ ധനനിച്ച ആധാരം അത് എനിക്ക് തന്നെയാണ്, എൻ്റെ പേരിനാണ് മറ്റുള്ള അവകാശങ്ങളെല്ലാം. സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ അമ്മയ്ക്ക് കിടക്കാനുള്ള അവകാശ സ്വാതന്ത്ര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ വസ്തുവിൽ. അതിനെ റദ്ദ് ചെയ്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ അമ്മയുടെ പേരിനാക്കി അമ്മയ്ക്ക് കരമടച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ അമ്മ കുരുക്കളെല്ലാം ഉണ്ടാക്കി വെച്ച് എൻ്റെ ജീവിതം തകർത്ത്. ഞാനാണെങ്കിൽ 1 വർഷം കൊണ്ട് ആക്സിഡൻറ്റ്, തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ലൈ ഓവറിൻ്റെ പുറത്ത് ഞാൻ സ്കൂട്ടറിൽ പോകുമായിരുന്നപ്പോൾ ഒരു കാറിടിച്ച് ആക്സിഡൻറ്റ് കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കിടന്ന വ്യക്തിയാണ്. എനിക്കെന്നും ഈ ഔദ്യോഗിക സ്ഥാപനത്തിൽ വില്ലേജിലും താലൂക്കിലും ഒന്നും പോകാനുള്ള ഹെൽപ്പില്ല. എൻ്റെ ഇടത്തെ കാല് വലിയ വീഴ്ചയാണ്. ഞാൻ ഓട്ടോറിക്ഷയിലൊക്കെ പോയി വരുമ്പോൾ ഡെയിലി 250 രൂപ എനിക്കാവുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ഞാൻ സ്ഥാപനം ഇറങ്ങിക്കയറുന്നത്. ഈ 6 മാസമായി കോടതി വിധി എനിക്ക് അനുകൂലമായി വിധി തന്നിട്ട്